ഹലോ ഓൾ, പോപ്പുലേഷൻ ഇക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് സർവൈവൽഷിപ്പ് കർവ്. നമുക്കിന്ന് എന്താണ് മോർട്ടാലിറ്റി റേറ്റ്, സർവൈവൽഷിപ്പ് കർവ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സർവൈവൽഷിപ്പ് കർവ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് സിംപ്ലി നമുക്കത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം. എന്താണ്, എത്ര ഇൻഡിവിജ്വൽസ് ഡൈ ചെയ്യുന്നുണ്ട് ഒരു പോപ്പുലേഷനിൽ, യൂണിറ്റ് ടൈമിൽ എത്ര ഇൻഡിവിജ്വൽസ് ഡൈ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് 1000 ഇൻഡിവിജ്വൽ പെർ ഇയറിലാണ് നമ്മളത് എക്സ്പ്രഷൻ കൊടുക്കുന്നത്. അപ്പോൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് D/P എന്നാണ് പറയുന്നത്. ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഗിവൻ ടൈം പീരീഡ് ഓഫ് എൻ ഏരിയ. അതായത് ഗിവൻ ഏരിയയിൽ അല്ലെങ്കിൽ ഗിവൻ ടൈം പീരീഡിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പി എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ, ആ ഒരു ഏരിയയിലുള്ള ടോട്ടൽ പോപ്പുലേഷനെയാണ് പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പോപ്പുലേഷൻ ഓഫ് ദാറ്റ് ഏരിയ ഡ്യൂറിങ് ദ സെയിം ടൈം പീരീഡ്. സോ D/P എന്ന് പറയുന്നതാണ് എന്ത്, മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഈ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസീസ് വന്ന് എത്ര ഇൻഡിവിജ്വൽസ് മരിച്ചു പോകുന്നുണ്ട്, ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് ഒരു പോപ്പുലേഷൻ്റെ എത്രയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏജ് സ്ട്രക്ചർ, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, പ്രഡേഷൻ ആൻഡ് ഡിസീസ്, റിസോഴ്സ് അവൈലബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് മോർട്ടാലിറ്റി റേറ്റിൻ്റെ ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 ഇയേഴ്സ് ഒരു പോപ്പുലേഷൻ ഉണ്ട്, അതിൽ 500 ഇൻഡിവിജ്വൽസ് ഡൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഡെത്ത് 500 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് 1000 ആണ്. ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് 1000 ഇൻഡിവിജ്വൽ പെർ ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് 1000 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു, നമുക്കപ്പോൾ എന്ത് കിട്ടും, മോർട്ടാലിറ്റി റേറ്റ് കിട്ടുന്നു. ഇതാണ് മോർട്ടാലിറ്റി റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. അതാണ് സർവൈവൽഷിപ്പ് കർവ് എന്ന് പറയുന്നത്. സർവൈവൽഷിപ്പ് കർവ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സർവൈവിങ് അറ്റ് ഈച്ച് ഏജ് ഫോർ എ ഗിവൻ സ്പീഷ്യസ് ഓർ പോപ്പുലേഷൻ. നമ്മളൊരു സ്പീഷ്യസിനെ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ കൺസിഡർ ചെയ്യുന്നു, ആ പോപ്പുലേഷനിലെ ഓരോ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ഓരോ ഏജിലും എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതായത് അവർ ഓരോ ഏജിലും അവരുടെ എത്രത്തോളം സർവൈവൽഷിപ്പ് അവർ കാണിക്കുന്നുണ്ട്, എത്രത്തോളം ഇൻഡിവിജ്വൽസ് ഡൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ സർവൈവൽഷിപ്പ് കർവ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സർവൈവൽഷിപ്പ് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കുകയും അപ്പോൾ അതിലെന്തുണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും, സാധാരണ ഒരു ഗ്രാഫ് പറയുന്ന പോലെ ഒരു എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, ഒരു വൈ ആക്സിസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ടൈമാണ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ടൈം അല്ലെങ്കിൽ നമുക്കതിനെ ഏജ് എന്ന് വിളിക്കാം. ഓരോ ഏജ്, ചെറിയ ഏജ് കൂടിക്കൂടി വരുന്ന ഏജിൻ്റെ കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ എക്സ് ആക്സിസിൽ കൊടുക്കുന്നത്. വൈ ആക്സിസിൽ കൊടുക്കുന്നത് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ഓർഗാനിസം സർവൈവിങ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഗാനിസം സർവൈവിങ്. അത് ലോഗരിതമിക് സ്കെയിലാണ് നമ്മൾ സർവൈവൽഷിപ്പ് കർവിൽ കൊടുക്കുന്നത്. എക്സ് ആക്സിസിൽ ഏജും അല്ലെങ്കിൽ ടൈം, ഏജ് ഓഫ് പോപ്പുലേഷൻ, വൈ ആക്സിസിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സർവൈവിങ് ഇൻ ലോഗരിതമിക് സ്കെയിൽ. അപ്പോൾ അതാണ് ആക്സിസ് എന്ന് പറയുന്നത് ഒരു സർവൈവൽഷിപ്പ് കർവിൻ്റെ. അപ്പോൾ ഈ ഒരു ഗ്രാഫിക് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, 3 ടൈപ്പ് സർവൈവൽഷിപ്പ് കർവുകളുണ്ട്. അപ്പോൾ അതിൽ ടൈപ്പ് 1 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഏതാണ്, ടൈപ്പ് 1 ആണ്. ടൈപ്പ് 2 ഉണ്ട്, അതുപോലെ ടൈപ്പ് 3യും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ടൈപ്പ് 1ൻ്റെ പ്രത്യേകത എന്താണ്, കോൺവെക്സ് ആയിട്ടാണ് ടൈപ്പ് 1 കാണാൻ പറ്റുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് കോൺകേവ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ടൈപ്പ് 2 എന്താണ്, ലീനിയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ടൈപ്പ് 1 കോൺവെക്സ് കർവാണ്, ടൈപ്പ് 2 എന്ന് പറയുന്നത് ലീനിയർ കർവാണ്, ടൈപ്പ് 3 എന്ന് പറയുന്നത് കോൺകേവ് കർവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താമെന്നുള്ളതാണ്, ഈ ഒരു ഗ്രാഫിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ ടൈപ്പ് 1 കർവിന് എക്സാമ്പിളാണ് നമ്മളെപ്പോലുള്ള ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 കർവിൻ്റെ പ്രത്യേകത കോൺവെക്സ് കർവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ലേറ്റ് ലോസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ഏർലി ഏജിലൊന്നും അവർക്ക് അധികം ഡെത്ത് സംഭവിക്കുന്നില്ല. പ്രായം കൂടുന്നതിനനുസരിച്ച്, ഏജ് കൂടുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, മോർട്ടാലിറ്റി റേറ്റ് അവിടെ കൂടി വരുന്നത്, അല്ലെങ്കിൽ സർവൈവൽഷിപ്പ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നത് എവിടെയാണ്, ലേറ്റ് ലൈഫിലാണ്, ലേറ്റ് ഏജിലാണ്. അപ്പോൾ ലേറ്റ് ലോസ് ആണ് എവിടെ കാണിക്കുന്നത്, ടൈപ്പ് 1 കർവ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ സർവൈവൽഷിപ്പ് ത്രൂ ഔട്ട് ലൈഫിൻ്റെ മൊത്തം നമ്മൾ മെജോറിറ്റി നമ്മൾ നോക്കുമ്പോൾ ഹൈ സർവൈവൽഷിപ്പ് കാണിക്കുന്നുണ്ട്. മെച്യൂരിറ്റി വരെ നമ്മൾ എത്തുന്നവരെ അത്യാവശ്യം ഗ്രോത്ത് അവിടെ കാണുന്നു. പിന്നീടാണ് സർവൈവൽഷിപ്പ് കുറഞ്ഞു വരുന്നത്.
ഇവരെന്താണ് ടിപ്പിക്കൽ കെ സെലക്റ്റഡ് സ്പീഷ്യസ് ആണ്. വി നോ ദാറ്റ് വോട്ട് ഈസ് കെ സെലക്റ്റഡ് സ്പീഷ്യസ് ആൻഡ് വോട്ട് ഈസ് ആർ സെലക്റ്റഡ് സ്പീഷ്യസ്. കെ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജിയാണ് ടൈപ്പ് 1 കർവിലുള്ള ആളുകൾ കാണിക്കുന്നത്. അതായത് അവരുടെ നമ്മുടെ ലൈഫ് ഹിസ്റ്ററി സ്ട്രാറ്റജി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, ക്യാരിങ് കപ്പാസിറ്റിയുടെ ബേസിസിലാണ്. ഇവരുടെ ഗ്രോത്ത് റേറ്റ് അപ്പോൾ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. കെ സെലക്റ്റഡ് സ്പീഷ്യസ് എലഫൻറ്റ്, ഹ്യൂമൻ ബീയിങ്, ആനുവൽ പ്ലാന്റ്സ് പോലുള്ള കെ സെലക്റ്റഡ് സ്പീഷ്യസ് എല്ലാത്തിൻ്റെയും ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും. പക്ഷേ അവരുടെ എന്തായിരിക്കും, സർവൈവൽ ഷിപ്പ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അവരുടെ പാരൻ്റൽ കെയർ കൂടുതലായിരിക്കും, സർവൈവൽ റേറ്റ് അവർക്ക് കൂടുതലായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഏർലി ലൈഫിൽ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളവിടെ അധികം ഡെത്ത് കാണാനായിട്ട് പറ്റില്ല. പ്രായമാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ കാണുന്നത് പോലെ ഏജ് കൂടുന്നതിനനുസരിച്ച് നാച്ചുറൽ ഡെത്തിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സർവൈവർഷിപ്പ് കർവ് ടൈപ്പ് 1 കാണിക്കുന്ന ഒരു കോമൺ എക്സാമ്പിളാണ് ഹ്യൂമൻ ബീയിങ്സ്, എലഫൻസ്, ആനുവൽ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ടൈപ്പ് 2 വിധി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻറ്റ് ലോസ് ആണ്. ഇവരുടെ ഡെത്ത് എന്ന് പറയുന്നത് ഏജ് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് കാണാൻ പറ്റില്ല. എല്ലാ ഏജിലും ഒരേപോലെയാണ് അവരുടെ സർവൈവൽ ഷിപ്പ് കാണാനായിട്ട് പറ്റുന്നത്. കോൺസ്റ്റൻറ്റ് ലോസ് ആയിരിക്കും. ഏജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കർവാണ്, ഡയഗണൽ ആയിട്ടുള്ള കർവാണ് ടൈപ്പ് 2 കർവ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ചില ബേർഡ്സ്, റോഡൻസ്, ഹൈഡ്ര, പെർണിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. ആനുവൽ പ്ലാന്റ്സ് കോൺവെക്സ് അല്ലെങ്കിൽ ടൈപ്പ് 1 കർവും, പെർണിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് കാണിക്കുന്നത് ടൈപ്പ് 2 കർവുകളാണ്. ടൈപ്പ് 3 കർവ് എന്ന് പറയുന്നതാണ് എന്ത്, കോൺകേവ് കർവ്. ഈ ഒരു കർവ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഏർലി ഏജിൽ തന്നെ എന്താണ്, ഏജ് കുറവുള്ള സമയത്ത് അവരുടെ സർവൈവൽ ഷിപ്പ് ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. അവരുടെ മോർട്ടാലിറ്റി റേറ്റ് അവിടെ എന്താണ്, കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഏർലി ലൈഫിൽ കുറേ ലോസ് അവർക്ക് സംഭവിക്കുന്നുണ്ട്. ഏർലി ലോസ് കൂടുതലാണ്. അത് കഴിഞ്ഞ് ലോ മോർട്ടാലിറ്റി ആഫ്റ്റർ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു വരുന്നു. ലേറ്റ് ലൈഫിലല്ല, ഏർലി ലൈഫിലാണ് കൂടുതൽ ആളുകളും എന്താവുന്നത്, ഡെത്തിന് കാരണമാവുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് സ്മോൾ ഫിഷസ്. അപ്പോൾ ഫിഷസ് എന്ന് പറയുമ്പോൾ എന്താ, അവർക്ക് ഒരുപാട് ഫിഷസ്, ഒറ്റ സ്ട്രെച്ചിൽ കുറേ ഫിഷസ് ഉണ്ടാവുന്നുണ്ട്. അവരെല്ലാവരും സർവൈവ് ചെയ്യുമോ, ഇല്ല. ചെറിയ ഫിഷസ് എന്ന് പറയുമ്പോൾ അവർ ആദ്യത്തെ സമയത്ത് ഹാച്ച് ചെയ്ത ഉടനെ എല്ലാവരും സർവൈവ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രമാണ് സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഏർലി ലൈഫിൽ ഒത്തിരി പേര് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ ഡെത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടൈപ്പ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ് കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓയിസ്റ്റേഴ്സ്, സ്മോൾ ഫിഷസ്, ചില ട്രീസ് ഒക്കെയാണ് നമുക്ക് ഏതിൽ കാണുന്നത്, ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവർ ആർ സെലക്റ്റഡ് സ്പീഷ്യസ് ആണ്. അവരുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു കെ സെലക്റ്റഡ് സ്പീഷ്യസ്, ആർ സെലക്റ്റഡ് സ്പീഷ്യസിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂടുതലാണ്. നമുക്കതിൻ്റെ ഡിഫറൻസസ് അറിയാം. അങ്ങനെയുള്ള സ്പീഷ്യസുകളാണ്, ആർ സെലക്റ്റഡ് സ്പീഷ്യസ് ആണ് എവിടെ കാണുന്നത്, ടൈപ്പ് 3 കർവിൽ നമുക്കത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്പ് 1 കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കോൺവെക്സ് കർവാണ്, ഹ്യൂമൻ ബീയിങ്സ് ഒക്കെ കാണിക്കുന്നത് പോലെ. സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് ഏർലി ടൈമിൽ കൂടുതലായിരിക്കും, മിഡ് ലൈഫിലും കൂടുതലായിരിക്കും. പക്ഷേ ഓൾഡ് ഏജ് എത്തുമ്പോൾ എന്തുണ്ട്, മോർട്ടാലിറ്റി കൂടുതലാവുന്നുണ്ട്. സോ ഫ്യൂവർ ഓസ്പ്രിങ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഓസ്പ്രിങ്സ് കുറവായിരിക്കും. പക്ഷേ എന്താണ്, നമ്മൾ കൊടുക്കുന്ന പാരൻ്റൽ കെയർ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സർവൈവൽ റേറ്റ് കൂടുതലാണ്. ചെറിയ സമയത്ത്, കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് കെയർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സർവൈവൽ റേറ്റ് കൂടുതലായിരിക്കും. ഹ്യൂമൻ ബീയിങ്സ്, എലഫൻസ്, ലാർജ് മാമൽസ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ടൈപ്പ് 2 കാണിക്കുന്നത് ആരാണ്, നമുക്ക് പറഞ്ഞു റെപ്റ്റൈൽസ്, റോഡൻസ്, ബേർഡ്സ് പോലെയുള്ള ആളുകളാണ്. എല്ലാ ബേർഡ്സ് അല്ല, ചില സ്പീഷ്യസുകളാണ് കൂടുതലായിട്ടും ടൈപ്പ് 2 സർവൈവർഷിപ്പ് കർവ് കാണിക്കുന്നത്. കോൺസ്റ്റൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് ത്രൂ ഔട്ട് ലൈഫിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഏജിലും ഡൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെ ഈക്വൽ ചാൻസസ് ആണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുന്നത് കോൺകേവ് കർവുകളാണ്. ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവുകൾ കോൺകേവ് കർവുകളാണ്. അവിടുത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഏർലി ലൈഫ് സ്റ്റേജിലാണ് ഹൈ മോർട്ടാലിറ്റി ഉണ്ടാവുക. സർവൈവേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ കാലം നമ്മൾ ഓൾഡർ ഏജ് ആകുമ്പോൾ ജീവിച്ചിരിക്കുന്നു. ലാർജ് നമ്പർ ഓഫ് ഓസ്പ്രിങ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫിഷസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഓസ്പ്രിങ്സ് ഉണ്ടാക്കും. പക്ഷേ പാരൻ്റൽ കെയർ കുറവായതുകൊണ്ട് തന്നെ ഏർലി ലൈഫിൽ എല്ലാവരും സർവൈവ് ചെയ്യില്ല, വളരെ കുറച്ച് പേര് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ഫിഷസ്, ഫ്രോഗ്സ്, ഇൻസെക്റ്റ്, സീ ടേർട്ടിൽസ് ഒക്കെ നമുക്ക് ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയാമെന്നുണ്ടെങ്കിൽ 3 സർവൈവർഷിപ്പ് കർവ് നമ്മൾ പറഞ്ഞു. 1, 2, 3. 1 എന്ന് പറയുന്നത് നമുക്കവിടെ എന്താണ്, മിഡിൽ ലൈഫിലും
ഏർലി ലൈഫിലും അത്യാവശ്യം നല്ല സർവൈവൽ കാണുന്നുണ്ട്. എന്നാൽ നെക്സ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നത് എപ്പോഴാണ്? റാപ്പിഡായിട്ട് ഡിക്ലൈൻ ചെയ്യുന്നത് ഓൾഡർ ഏജ് എത്തുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ അഡൾട്ട്ഹുഡാണ് അവിടെ കുറച്ചുകൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അഡൾട്ടായി മാറുമ്പോൾ അവരുടെ ഓൾഡ് ഏജ് എത്തുമ്പോൾ അവരുടെ എന്തുണ്ട്, സർവൈവൽ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പം അതുകൊണ്ട് കോൺവെക്സ് രീതിയിൽ നമ്മളതിനെ പ്ലോട്ട് ചെയ്യുന്നു. ടൈപ്പ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. അത് ഏജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളൊരു ലീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയഗണലായിട്ട് നമ്മളതിനെ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്നു. ടൈപ്പ് 3 എന്ന് പറയുന്നത് മെയിനായിട്ട് ചില ഇൻഡിവിജ്വൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ എന്താ ഫിഷസ് പോലുള്ള ആളുകൾക്ക് അഡൾട്ട്ഹുഡിൽ എത്തുന്നവർ മാത്രം സർവൈവ് ചെയ്യുന്നു. എന്നാൽ ഏർലി സ്റ്റേജിൽ കുറച്ചധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മോർട്ടാലിറ്റിക്ക് കാരണമാവുന്നുണ്ട്, ഡൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് 3 കർവുകൾ നമ്മൾ പറയുന്നത്. സർവൈവർഷിപ്പ് കർവുകൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കർവുകൾ. ഓരോ കർവ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പോപ്പുലേഷൻ ഇക്കോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. താങ്ക് യു.